ദുരിതങ്ങളും കടബാധ്യതകളും ജപ്തി നടപടികളും സഹിച്ച് പൊതുസമൂഹത്തെ തീറ്റിപ്പോറ്റുന്ന കർഷക സമൂഹത്തെ കണ്ണീർ കുടിപ്പിച്ചാൽ ഭരണവർഗം തിരഞ്ഞെടുപ്പുകളിലൂടെ അനുഭവിച്ചറിയുമെന്ന് UDF ജില്ലാ കൺവീനറും കോർഡിനേഷൻ ചെയർമാനുമായ ഷിബു തെക്കുംപുറം. ജപ്തി നടപടികൾ നിർത്തിവെക്കാനുള്ള തീരുമാനമെടുക്കാനുള്ള ആഗ്രഹം ഈ സംസ്ഥാന ഗവൺമെന്റ് കാണിക്കണം. അതാണ് ഇവിടെ ഇപ്പോൾ കർഷകർക്ക് ആവശ്യം. കർഷക കോർഡിനേഷൻ ജില്ലാ കിഴക്കൻ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച കർഷക പ്രതിഷേധ കണ്ണീർ ദിനാചരണം കോതമംഗലം JV ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യമൃഗശല്യം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. ശാശ്വത നടപടികളൊന്നും സ്വീകരിക്കാത്ത പിണറായി സർക്കാർ തങ്ങളുടെ അണികളെ കൊണ്ട് പ്രഹസന സമരങ്ങൾ സംഘടിപ്പിക്കുകയാണെന്നും യോഗം കുറ്റപ്പെടുത്തി. റബ്ബർ സബ്സിഡി ലഭിച്ചിട്ട് ഒരു വർഷമായി. കർഷക ക്ഷേമനിധി ഇടത് സർക്കാർ ഫ്രീസറിൽ വെച്ചു. നെൽകർഷകർക്ക് വിറ്റ നെല്ലിന് തുക നൽകുന്നില്ല. മറ്റ് ആനുകൂല്യങ്ങളെല്ലാം തടയപ്പെട്ടു. വിള ഇൻഷുറൻസ് തുക കുടിശ്ശികയായിട്ട് 2 വർഷമായി. ഈ ഇനത്തിൽ കോതമംഗലം നിയോജക മണ്ഡലത്തിൽ 10 കോടിയോളം രൂപയും മറ്റ് കിഴക്കൻ മേഖലകളിൽ 25 കോടിയോളം രൂപയും ലഭിക്കാനുണ്ട്. ഈ സാഹചര്യത്തിലാണ് 100 കോടി രൂപ ചെലവഴിച്ച പിണറായി സർക്കാർ ആഡംബര കാറുകൾ വാങ്ങുന്നതെന്നും യോഗം കുറ്റപ്പെടുത്തി. കോർഡിനേഷൻ ജനറൽ കൺവീനർ ജെയിംസ് കോറമ്പേൽ അധ്യക്ഷത വഹിച്ചു. കിഴക്കൻ മേഖല കർഷക കോൺഗ്രസ് കോർഡിനേറ്റർ PC ജോർജ് കണ്ണീർ ദിന വിഷയം അവതരിപ്പിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ PK മൊയ്തു, MM അബ്ദുൾ റഹ്മാൻ, ജോണി പുളിന്തടം, MM അഷ്റഫ്, ആന്റണി ഓലിയപ്പുറം, KE കാസിം, MC അയ്യപ്പൻ, PM സിദ്ദിഖ്, സജി തെക്കേക്കര, അനിൽ രാമൻ നായർ, NF തോമസ്, PP മത്തായി, MP എസ്തഫാനോസ്, വിജയൻ ആവോലിച്ചാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ മേഖലകളിലെ മികച്ച 101 കർഷകരെയും ആദരിച്ചു. കാർഷിക മേഖലാ പ്രശ്നങ്ങൾ ഉയർത്തി നിരന്തര സമരങ്ങൾ സംഘടിപ്പിക്കുവാനും കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.